അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നുണ്ടാക്കുന്നത് ഒരു സാലഡെന്നോ ഓംലെറ്റെന്നോ എന്തും പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബെൽ പെപ്പറും കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഒരു ഓംലെറ്റിലേക്ക് വേണ്ട കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഓംലെറ്റ് വെന്തിട്ടില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ 2 പേർക്ക് വേണ്ടിയിട്ട് 6 മുട്ട കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വലിയ പാൻ വെച്ചിട്ട് ചൂടാക്കുകയാണ്. ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പം ഒരു പ്രാവശ്യം വേവായതിനു ശേഷം മറിച്ചിടാറാണ്. അപ്പോൾ ഇതങ്ങനെയല്ല. എന്തായാലും ഞാൻ പച്ചക്കറിയൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഹാഫ് കുക്ക് മതിയെങ്കിൽ അങ്ങനെ മതി. നന്നായിട്ട് വേവാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അത്രയും ഒരു അളവിൽ കണ്ടിട്ട് വേവിച്ചാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി മുട്ടയിലേക്ക് ഉപ്പ് ചേർക്കുമ്പം ഇതിനകത്തുള്ള ഉപ്പ് കൂടി ഒന്ന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. രണ്ടും കൂടി പോകണ്ട. അപ്പോൾ ഞാനിവിടെ 6 മുട്ട ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്യാണ്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ അത്യാവശ്യം പച്ചക്കറിയിലേക്ക് ഇട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്ന മുളകോ ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ അവരവരുടെ ഇഷ്ടം, അവരവരുടെ എരിവിനനുസരിച്ച് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഒരു പകുതി വേവായപ്പം മുട്ട ബീറ്റ് ചെയ്തത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഓംലെറ്റിൻ്റെ ഷേപ്പിൽ മതിയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു വശം ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഇക്കാക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ചില സമയത്ത് ഇതേപോലെ ചിക്കി പൊരിച്ചെടുക്കും. അപ്പോൾ 4-5 പീസായിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിനകത്തിപ്പം പ്രത്യേകിച്ച് പുതുമ എന്നൊന്നും പറയാനില്ല. പക്ഷേ ഓംലെറ്റ് നന്നായിട്ട് വെന്ത് കഴിക്കാൻ ഇഷ്ടപ്പെട്ടവർക്ക് അവരെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എഗ്ഗ് സലാഡ് എന്നുള്ള നിലക്കാണ് ആദ്യം ഇത് പ്ലാൻ ചെയ്തത്. പിന്നീട് ഞാനതിങ്ങനെ ഒരു ഓംലെറ്റ് ആക്കി മാറ്റിയതാണ്. ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ പച്ചക്ക് സലാഡാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പച്ചക്ക് എടുത്തിട്ട് ഓംലെറ്റ് ഇതേപോലെ പ്ലെയിൻ ആക്കിയിട്ട് ചിക്കി പൊരിക്കുക, അല്ലെങ്കിൽ പൊരിച്ചതിന് ശേഷം മുറിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒന്നാകിട്ടിട്ട് മയണൈസൊക്കെ ചേർത്തിട്ട് ഒരു സലാഡാക്കി കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ആണ് ചിക്കാറ്. നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് മുറിക്കും. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കും. വേണമെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ബുൾസൈയൊക്കെ ഉണ്ടാക്കുമ്പം കുരുമുളക് ഇട്ട് കൊടുക്കുന്നതിനോട് കൂടിയിട്ട് ഞാൻ ഇത്തിരി മഞ്ഞളും ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എരിവ് പോരായെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി ചേർത്തൊന്ന് വറുത്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്യും. നിങ്ങൾക്കിതിലേക്ക് ക്രീം ചീസോ യോഗട്ടോ അതൊക്കെ വേണമെങ്കിൽ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. ഞാൻ ചിലപ്പം ഫെറ്റ ചീസ് ചെറുതാക്കി പീസാക്കി മുറിച്ചിട്ട് ഇതേപോലെയുള്ള ചിക്കൻ ഓംലെറ്റിൽ മിക്സ് ചെയ്തുകൊണ്ട് കഴിക്കും. പിന്നെ ഡയറ്റിലായതുകൊണ്ട് കൂടുതലൊരു എരിവ് നമുക്ക് ആവശ്യമില്ല. എപ്പോഴും ഒരു മീഡിയം എരിവിലാണ് നല്ലത്. സാധാരണത്തെ എരിവിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ കൂടെ അല്ലേ കഴിക്കുക. അതിപ്പം നമുക്ക് അത്ര എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഇപ്പം ഇത് മാത്രം കഴിക്കുമ്പം എരിവ് കൂടുതലായി പോയാൽ ചിലപ്പോൾ ഒരു നെഞ്ച് നീറുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ നെഞ്ച് നീറുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ എരിവിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു റെസിപ്പി. ഈ കണ്ടത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ സലാഡാക്കിയിട്ടും കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ അടിക്കുകയും ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.